ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രാവൽ വ്ളോഗ്സോ അല്ലെങ്കിൽ വെഡ്ഡിങ് വീഡിയോസോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി വ്ളോഗാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CTM റുട്ടീനെ കുറിച്ചിട്ടാണ്. CTM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ് ആണ്. എന്താണ് ഈ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, അത് എന്തിനാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ മീൻസ് സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസാണ്. ഫേസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും. അപ്പം ഫേസ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഹാൻഡ്സ്, ലെഗ്സ്, അങ്ങനെ നമ്മുടെ ബോഡി അതിൽ ഒക്കെ കെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിനാണ് കൊടുക്കാറ്. അപ്പം ഇപ്പോൾ ഫേസിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫേസിൻ്റെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് CTM തന്നെയാണ്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. CTMനെ കുറിച്ച് ഞാനിപ്പോൾ ഒരു ഡെമോ കാണിച്ചു തരാം. പക്ഷെ അത് പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം, പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ CTM ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 തരത്തിലുള്ള സ്കിന്നാണുള്ളത്. നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നീ 4 തരത്തിലുള്ള സ്കിന്നാണുള്ളത്. സ്കിന്നിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ വിശദമായിട്ട് സ്കിൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന കാര്യം കൊണ്ട്, അതായത് ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവില്ല. മാത്രമല്ല ചിലപ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും നമ്മൾക്ക് ഉണ്ടാവുക. അപ്പോൾ ചിലർ പറയും, അവൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ഞാൻ ചെയ്തിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല, അത് വെറുതെ ഉള്ളൊരു ആ പ്രൊഡക്റ്റ് ഒന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാര്യങ്ങളിൽ പ്രൊഡക്ട്സിൻ്റെ പ്രശ്നം ആവാറുണ്ട്. അല്ലാത്ത കാര്യങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനൊരു കുഴപ്പവും വരില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പം ഞാനെൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വരികയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക എന്നാണ് പറയുക. അതായത് ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം നമ്മുടെ ഹാൻഡ്സൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡേർട്സും ഒക്കെ ആദ്യം മിക്സ് ആകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹാൻഡ് വാഷ് ചെയ്യുക, അതിന് ശേഷം ഫേസ് നന്നായി ക്ലെൻസ് ചെയ്യുക. ഓയിലി സ്കിന്ന് ഉള്ളവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ജെൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പലതരത്തിലുള്ള ക്ലെൻസേഴ്സ് ഉണ്ട്, ഫേസ് വാഷ്, അതുപോലെ തന്നെ ക്ലെൻസിങ് മിൽക്ക്, അതൊക്കെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഫേസ് വാഷാണ്, ഗ്രീൻ ടീയുടെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഏത് ക്ലെൻസറാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ ടോണറും മോയ്സ്ചറൈസറും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പം ഇനി നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തു. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടോണറാണ്. പ്ലമ്മിൻ്റെയാണ് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ചില ടോണേഴ്സ് സ്പ്രേ ബോട്ടിൽ ആയിട്ടാണ് വരിക. അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഫേസിലോട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാം. മീൻസ് പ്രസ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലെൻസ് ചെയ്ത് ഫേസ് വാഷോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും പോകാത്ത കുറച്ച് ഡേർട്സൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ടോൺ ചെയ്യുന്നതിലൂടെ അതിലൂടെ റിമൂവ് ആയിക്കോളും.
പ്ലമ്മിൻ്റെ ഈ ടോണർ സ്പ്രേ ബോട്ടിലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒരു കോട്ടൺ എടുക്കുക, അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് മതി എടുക്കുക. അതിനുശേഷം ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളയാം. നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന ഡേർട്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പ്ലമ്മിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണിത്. അപ്ലൈ ചെയ്തു. ഞാൻ ഫിംഗർ ഉപയോഗിച്ചിട്ട് എപ്പോഴും നമ്മൾ ചീക്സിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്കിന്ന് പെട്ടെന്ന് സാഗ് ചെയ്യും. ഇങ്ങനെ മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഫേസ് വാഷ് ചെയ്യുമ്പോഴൊക്കെ ചീക്സിൻ്റെ അവിടെ മുകളിലോട്ടാണ് കേട്ടോ. ഭയങ്കര റഫായിട്ട് മസാജ് ചെയ്യരുത്, ചെറുതായിട്ട് അതിലേക്ക് മോയ്സ്ചറൈസർ ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നത് വരെ ഈ 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അബ്സോർബ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ CTM റുട്ടീൻ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ, ഇത് 3 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് ഡെയിലി രാവിലെയും വൈകുന്നേരവുമാണ് ചെയ്യേണ്ടത്. അതായത് ഡെയിലി 2 ടൈംസ് ചെയ്താൽ മതി. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെയിലി പുറത്തൊക്കെ പോകുന്നതിൻ്റെ ഒരു 15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് മുന്നേ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവുന്നത് തടയാൻ സഹായിക്കും. സൺസ്ക്രീനിലാണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ ക്രീം ബേസ്ഡ് സൺസ്ക്രീനും അതുപോലെ തന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ ജെൽ ബേസ്ഡ് സൺസ്ക്രീനുമാണ് ചൂസ് ചെയ്യേണ്ടത്. അതിപ്പോൾ സൺസ്ക്രീനായിട്ട് മാത്രമല്ല, മോയ്സ്ചറൈസറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ക്ലെൻസറിൻ്റെ കാര്യത്തിലും. അതുപോലെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ്ഡും ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡും ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് CTM എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.